നമസ്കാരം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാനിന്ന് മുട്ടത്ത് വർക്കി സാറിൻ്റെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന ഒരു ചെറു നോവൽ വായിച്ചതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞു കിട്ടുവാണെങ്കിൽ വായിക്കാമെന്ന്. അപ്പോൾ വായനാ താല്പര്യമുള്ളവർക്ക്, അത് കിട്ടാത്തവർക്ക് അതിൻ്റെ ഒരു ചുരുക്കം, ഒരു ആസ്വാദനം അതൊന്ന് പറയാനാണ് ഞാനിന്ന് വന്നത്. ശരിക്കും ഒരു നാട്ടുംപുറത്തിൻ്റെ കഥയിൽ രണ്ട് കൊച്ചുകുട്ടികളുടെ ജീവിതകഥ പറയുന്ന നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. പല ക്ലാസ്സുകളിലും അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പണ്ട് വായിച്ചതാണ്, പക്ഷെ ഒത്തിരി മറന്നുപോയിട്ട് വീണ്ടും ഞങ്ങളുടെ സ്കൂളിലെ ലൈബ്രറിയിൽ ആ ബുക്ക് കണ്ടപ്പോൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയതാണ്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ലില്ലിയും ബേബിയും. സഹോദരങ്ങളാണ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾ. അപ്പോൾ ഇവരെ നോക്കുന്നത് പേരമ്മയാണ്. പേരമ്മ മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തമായി വീടില്ല, ഒരു മകനുള്ളത് പട്ടാളത്തിലാണ്. അപ്പം അവരെ നോക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ സാമ്പത്തിക ബാധ്യതകളും എല്ലാം പേരമ്മയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഈ രണ്ട് കുട്ടികളാണ്. അങ്ങനെ നല്ല മഴയുള്ളൊരു ദിവസം, കാറ്റും മഴയും എല്ലാം കൂടെ ഒരുമിച്ച് പെയ്യുന്നൊരു ദിവസം, ഈ കൊച്ചുകുട്ടി ലില്ലി കുടയില്ലാതെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ പറയുന്നു, തൊട്ട് അടുത്തുകൂടെ പോകുന്ന വലിയ വീട്ടിലെ ഗ്രേസിയുടെ കുടയിൽ നീ കയറിപ്പോയിക്കോളൂ മോളെ, ചേട്ടൻ ഓടിപ്പോയിക്കോളാന്നും പറഞ്ഞ് ചേട്ടനായ ബേബി ഓടിപ്പോവുകയും ഈ ലില്ലിക്കുട്ടിയെ മറ്റേ ഗ്രേസി കുടയിൽ കയറ്റുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ കുടയിൽ കയറാൻ പറ്റാത്തതിനേക്കാളും പുസ്തകങ്ങൾ നനഞ്ഞതിലായിരുന്നു ആ കൊച്ചു കുഞ്ഞിന് മനസ്സ് വേദനിച്ചത്. ആ സങ്കടവും ആ നിമിഷവുമൊക്കെ നമ്മുടെ മനസ്സിൽ വൈകാരികമായി സങ്കടം ഉണ്ടാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത്. സ്കൂളിൽ നനഞ്ഞെത്തുന്ന കുട്ടിയെ ടീച്ചർ ശാസിക്കുന്നതും, അപ്പം നമ്മൾ കരുതി പോകുന്നത് എന്ത് ടീച്ചറായത്, ഇങ്ങനെ ശാസിക്കുകയാണോ വേണ്ടത്, ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരുപാട് നല്ല നിമിഷങ്ങൾ അതിനകത്ത് പോകുന്നുണ്ട്. ചാന ഗ്രേസിയോട് നമ്മുടെ ബേബിക്കുണ്ടാകുന്ന ദേഷ്യം, ഒരു കല്ല് വലിച്ചെറിഞ്ഞു. അവളുടെ വീട്ടിൽ ചെന്നിട്ട് പണക്കാരെയായ ലില്ലിയുടെ വീട്ടുകാർ വെറുതെ ഇരുന്നില്ല, പോലീസ് കേസായി. അങ്ങനെയൊക്കെ ബേബി നാട്ടുകാരെ പേടിച്ച്, പോലീസിനെ പേടിച്ച് നാട് വിടുവാണ്. നാട് വിടുന്ന ആ കുഞ്ഞു മനസ്സിന് തൻ്റെ പെങ്ങൾക്ക് നല്ലൊരു കുടയുമായി വേണം തിരിച്ചു വരാനെന്നുള്ളൊരു ചിന്തയാണ് പിന്നീടുണ്ടാവുന്നത്. അങ്ങനെ ഒരുപാട് ത്യാഗത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും അവൻ സഞ്ചരിച്ചു പോകുന്നതും, അതിൽ ലില്ലി ഒറ്റയ്ക്ക് പേരമ്മയുടെ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും, ബേബി ചെയ്ത കുറ്റത്തിനുള്ള തല്ല് പേരമ്മയുടെ കയ്യിൽ നിന്ന് ലില്ലി ഏറ്റുവാങ്ങുന്നതും, അങ്ങനെ ഒത്തിരി നമുക്ക് മനസ്സിന് വിഷമം തോന്നുന്ന നിമിഷങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കഥയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലില്ലി വീട്ടിൽ നിന്ന് ഗതികെട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവളെ ഒരു ഡോക്ടറും ഭാര്യയും സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് നേരത്തെ രണ്ട് കുട്ടികളുണ്ട്. ആദ്യം അവർ കാറ് നിർത്തി കുഞ്ഞിനെ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം തോന്നും, ഇനി ഈ കുട്ടിയെ ഇവർ വേറെ ദുരുപയോഗം ചെയ്യാനായിട്ടാണോ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ നല്ലവരായ ആ ഡോക്ടറും ഫാമിലിയും ആ കുട്ടിയെ സംരക്ഷിക്കുന്നതും നമ്മുടെ മകളെ പോലെ ലില്ലിയെ ഏറ്റെടുക്കുന്നതും നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. അതുപോലെ പല വഴികളിലൂടെ സഞ്ചരിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ബേബി സൗദാമിനി എന്നറിയുന്ന ഒരു ടീച്ചറിൻ്റെ കീഴിൽ അവരുടെ വീട്ടിൽ ആദ്യം ചെല്ലപ്പെടുന്നു. പിന്നെ സൗദാമിനി ടീച്ചറിൻ്റെ കല്യാണം കഴിയുമ്പോൾ ഗോപി എന്ന ഭർത്താവുമായി ദൂരെ പട്ടണത്തിൽ പോയി താമസിക്കുമ്പോൾ അവിടെയും ഇവനെ കൊണ്ടുപോകുന്നു. അങ്ങനെ നല്ല നല്ല നിമിഷങ്ങൾ പോകുന്നുണ്ട് ഇതിലൂടെ. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങളാണ്. ശരിക്കും ഈ കഥയിൽ മോശമായ സ്വഭാവമുള്ള മനുഷ്യരെയും എന്നാൽ നന്മയുടെ നിറകുടങ്ങളായ നല്ല മനുഷ്യരെയും കണ്ടെത്തുന്നുണ്ട്. ഡോക്ടറും ആ ടീച്ചറുമാണ് ഈ രണ്ട് കുട്ടികളെയും പിന്നെയും വീണ്ടും യോജിക്കുവാനായിട്ട്, പിരിഞ്ഞുപോയ ഇവരെ വീണ്ടും കണ്ടുമുട്ടുവാനായിട്ടുള്ള അവസരമുണ്ടാക്കുന്നത്, നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ബേബി പഠിച്ച് ഡോക്ടറാവുന്നു. ലില്ലിയെ സംരക്ഷിച്ച ഡോക്ടറിൻ്റെ മോളെ ബേബി കല്യാണം കഴിക്കുന്നു. ലില്ലിയെ ആ ഡോക്ടറിൻ്റെ മോൻ കല്യാണം കഴിക്കുന്നു. അങ്ങനെയുള്ള നല്ല നല്ല നിമിഷങ്ങളിലൂടെ പോകുന്ന
ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കഥ നല്ലൊരു അനുഭവമാണ് വായനക്കാരിൽ ഉണ്ടാക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡോക്ടറിനെയും സൗദാമിനി ടീച്ചറിനെയുമാണ്. സൗദാമിനി ടീച്ചറിൻ്റെ ആ മനസ്സ് എല്ലാവർക്കും ഉണ്ടായാൽ നന്മയുള്ളൊരു സമൂഹം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇനിയും വായിക്കാത്തവർക്ക് ഇതിലൂടെ എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വായനാനുഭവമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.